ഗുഡ് മോർണിംഗ്. പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? പരീക്ഷ എല്ലാവരും നന്നായിട്ട് എഴുതി കാണുമല്ലോ. നമുക്കെന്നാൽ ഇനി അടുത്ത പാഠം പഠിക്കാം. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഒരു കഥയാണ് കേട്ടോ. ആ കഥയുടെ പേര് വെള്ളപ്പൊക്കത്തിൽ. ഈ കഥ എഴുതിയത് ആരാണെന്നറിയാമോ? കഥ കേൾക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോഴങ്ങനെയാണെങ്കിൽ ഈ കഥ എഴുതിയത് ആരാണെന്നറിയണം. ആരാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന ഈ കഥ എഴുതിയത്? ഈ കഥ എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ള എന്നയാളാണ്. തകഴി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. തകഴി എന്ന് പറയുന്നത് എവിടെയാണ് അറിയാമോ? ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലമാണ് തകഴി എന്ന് പറയുന്നത്. തകഴിയിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തെ തകഴി ശിവശങ്കരപ്പിള്ള എന്ന പേര്. പക്ഷേ സ്വന്തം നാടിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്ഥലത്തിൻ്റെ പേര്, അദ്ദേഹം ജനിച്ച സ്ഥലത്തിൻ്റെ പേര് തകഴി. ആ തകഴി എന്ന് പറഞ്ഞാൽ അതാരാണെന്ന് നമുക്കറിയാം. തകഴി ശിവശങ്കരപ്പിള്ളയാണ് കേട്ടോ. തകഴി ശിവശങ്കരപ്പിള്ള എന്ന ആ വലിയ എഴുത്തുകാരൻ, അദ്ദേഹത്തെയാണ് ഏത് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്? തകഴി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ആരായിരുന്നു എന്നറിയോ? അദ്ദേഹം വലിയൊരു എഴുത്തുകാരനായിരുന്നു അല്ലേ? അദ്ദേഹം ധാരാളം കഥകളും നോവലുകളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു നോവലാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ചെമ്മീൻ. കേട്ടിട്ടുണ്ടോ? ചെമ്മീൻ എന്ന് പറയുന്ന ആ നോവല് സിനിമയായിട്ടുണ്ട് അല്ലേ? ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണണം കേട്ടോ. ആ ചെമ്മീൻ എന്ന സിനിമയ്ക്കുള്ള ആ കഥ, അതാണ് ചെമ്മീൻ എന്ന നോവൽ. ഒരുപാട് നോവലുകൾ എഴുതിയ ആളാണ് തകഴി ശിവശങ്കരപ്പിള്ള. അദ്ദേഹത്തിൻ്റെ രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ, പിന്നെ ചെമ്മീൻ, ഇങ്ങനെ നിരവധി നോവലുകളും, 1, 2, 3 ഒന്നും അല്ല നോവലുകൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ എണ്ണവും കഥകളുടെ എണ്ണവും ഒക്കെ ഒരുപാട് ആണ് കേട്ടോ. ഏതാണ്ട് 37 നോവല്, 500ഓളം കഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 37 നോവലും 500ഓളം കഥകളും രചിച്ചിട്ടുള്ള അദ്ദേഹം ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളാണ്. 1984 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചു. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, പത്മഭൂഷൺ എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്നാണ് പറഞ്ഞേ? തകഴിയിൽ. അപ്പോൾ 1911 ജനിച്ച് 1999 അദ്ദേഹം മരിച്ചത്. ഇന്നും നമ്മൾ തകഴി വഴി യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അരികിലൂടെയാണ് വാഹനങ്ങൾ, ബസ്സൊക്കെ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്മാരകം, വീടിനോട് ചേർന്ന് തന്നെയുള്ള സ്മാരകം, വീട് തന്നെ ഇന്നിപ്പോൾ സ്മാരകമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ തകഴി എന്ന മഹാനുഭാവൻ്റെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ എന്നത്. അപ്പോൾ ഈ കഥ കുറച്ച് ദൈർഘ്യം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ വായിക്കാനുണ്ട്. പിന്നെ ഈ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ, പൊതുവേ കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ ചലനങ്ങളും പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു പ്രത്യേക സിദ്ധിയും കൂടി കഥാകാരന് ഉണ്ടാവണം. ഇവിടെ ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന കഥയിൽ നാട്ടിലൊക്കെ വെള്ളം പൊങ്ങി. തകഴി എന്ന് പറഞ്ഞത് പടിഞ്ഞാറൻ പ്രദേശമല്ലേ, ആ നാട് വെള്ളം പൊങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കുടിലല്ല, ആ പ്രദേശം മുഴുവൻ വെള്ളം പൊങ്ങി. അപ്പോഴതിലൊരു കുടിലിൻ്റെ മുകളിൽ വീട്ടുകാരെല്ലാം ഒരു തരത്തിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു വീട് കാവൽക്കാരനായ ഒരു നായ മാത്രം അവശേഷിച്ചു. ആ നായയുടെ ദൃഷ്ടിയിൽ
ചുറ്റുവട്ടത്തുമുണ്ടായ സംഭവങ്ങളും ആ വെള്ളപ്പൊക്കം അതിനെ ആ നായയെ എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ചും, സർവോപരി വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒരു നാടനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം ഈ കഥയിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. ശരിക്കും ഈ വെള്ളപ്പൊക്കം നമ്മൾ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായി ചെറിയ വെള്ളപ്പൊക്കം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ പ്രളയം, വലിയ പ്രളയം തന്നെ അല്ലേ. നമ്മുടെ ഈ നാട്ടിൽ വലിയ കുഴപ്പമില്ലെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രളയം നമ്മുടെ കൺമുൻപിലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രളയത്തിൽ അകപ്പെട്ടു പോകുന്ന ആളുകളും വീടുകളും അവിടെയുള്ള ജന്തുജാലങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ദുരന്തം വളരെ മനോഹരമായി ഈ കഥയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ, വായിക്കാം. പാഠം 4 വെള്ളപ്പൊക്കത്തിൽ. എല്ലാവരും പുസ്തകത്തിൽ നോക്കിയിരിക്കണം, നന്നായി ശ്രദ്ധിച്ച് വായിച്ചു പോകാം. കഥയാണ്, എളുപ്പമുണ്ട്. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം, സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ. വീട്ടിൽ വള്ളമുണ്ടെങ്കിൽ ഉണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 356 ആളുകൾ. പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയുമില്ല. ഈ കഥയുടെ ആരംഭം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെ കഥാകൃത്ത് എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് നോക്കിക്കേ. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം. ആ നാട്ടിൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം ആ പ്രദേശങ്ങളുടെ ഒരു കിടപ്പ് അല്ലേ. വെള്ളവും പാടവും കാര്യങ്ങളുമൊക്കെയായിട്ട് നിരനിരെ കിടക്കുന്ന ആ സ്ഥലത്ത്, ഉള്ളതിൽ ഉയരം കൂടിയ സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ. അപ്പോൾ അവിടുത്തെ വിഗ്രഹം തന്നെ കഴുത്തറ്റം വെള്ളത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ തുടക്കം തന്നെ നമുക്ക് ഏതാണ്ട് ആ നാടിൻ്റെ അവസ്ഥയാണ് കഥാകൃത്ത് കാണിക്കുന്നത്. പറയുമ്പോൾ അമ്പലത്തിൽ വെള്ളം കയറി, അത്രേ ഉള്ളൂ. ക്ഷേത്രത്തിൽ വെള്ളം കയറി. ക്ഷേത്രത്തിലെ വിഗ്രഹം പോലും വെള്ളത്തിൽ മുങ്ങി തീരാറായ ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദേവൻ, നമ്മളുടെ സങ്കല്പത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും രക്ഷിക്കേണ്ട ആൾ അല്ലേ. ആ ഈശ്വരൻ തന്നെ വെള്ളത്തിലായി എന്നുള്ള സൂചന കൊണ്ട് അതൊരു സൂചനയാണ്. കഥാകൃത്തിൻ്റെ ബുദ്ധിപരമായ ഒരു അവതരണമാണത്. ആ ദേവൻ അല്ലെങ്കിൽ ആ ഈശ്വരൻ തന്നെ വെള്ളത്തിനടിയിലാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മെ ആരാ രക്ഷിക്കുക? പിന്നെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? അങ്ങനെ ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈശ്വരൻ്റെ അവസ്ഥ, ഉള്ളതിൽ പൊക്കം കൂടിയ സ്ഥലത്തിരിക്കുന്ന ഈശ്വരൻ തന്നെ വെള്ളത്തിലായാൽ ആ നാട്ടിലുള്ള മറ്റുള്ളവർ മുഴുവൻ വെള്ളത്തിലാണ് അല്ലേ. അവർക്ക് രക്ഷപ്പെടാൻ ഇനി യാതൊരു മാർഗവുമില്ല. അത്രമേൽ വെള്ളത്തിനടിയിലായ ഒരവസ്ഥയാണ് ആ നാട്. പടിഞ്ഞാറ് വെള്ളം കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടെയുള്ള ആളുകൾക്ക് എല്ലാ വർഷവും ഇതേപോലെയുള്ള ദുരന്തങ്ങൾ അനുഭവപ്പെടാറും ഉണ്ട്. ആ അനുഭവം സ്വന്തം നാട്ടിലെ ഒരവസ്ഥയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അനുഭവത്തിൽ കാണുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൂചന നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കഥ, ദേവൻ തന്നെ വെള്ളത്തിലായിപ്പോയാൽ ബാക്കിയുള്ളവരുടെ കഥ എന്തു പറയാനാ? ആ ഒരവസ്ഥയിൽ നിൽക്കുകയാണേ. ഇനി വെള്ളം, സർവത്ര ജലം. എങ്ങോട്ട്? അപ്പം നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ കഴിഞ്ഞ പ്രളയം ഉണ്ടാവണം. മനസ്സിൽ ആ പ്രളയത്തിൻ്റെ ഒരു അവസ്ഥ നമ്മളോടൊപ്പം കൂടെ തന്നെ ചേർന്ന് പോകണം. അപ്പോഴിത് പെട്ടെന്ന് മനസ്സിലാകും. വെള്ളം, സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. അപ്പോഴെന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഉള്ളവർ എവിടെയെങ്കിലും പൊക്കമുള്ള പ്രദേശമുണ്ടെങ്കിൽ, പൊക്കമുള്ള സ്ഥലത്ത് വീടോ കെട്ടിടങ്ങളോ ഉണ്ടെങ്കിൽ ആളുകളെല്ലാം പോകും. അവിടെ നിന്ന് വീടിട്ടിട്ട് പോകുമ്പോൾ വീട്ടിലെ സാധനങ്ങളെല്ലാം വീടിൻ്റെ മുകളിൽ തട്ടോ
ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറ്റിയൊക്കെ വെക്കും. രക്ഷപ്പെടുത്തി മാറ്റാവുന്നതുണ്ട്, രക്ഷപ്പെടുത്തും. എന്നിട്ട് സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടി ഏതെങ്കിലും കര തേടി അവർ പോകും. അങ്ങനെയാണ് അവർ ഈ കാലാകാലങ്ങളിൽ മഴയിൽ നിന്നും രക്ഷ നേടുന്നത്. അപ്പോൾ സർവത്ര ജലം, നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. എന്തിനാ കര തേടിപ്പോകുന്നത്? രക്ഷപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പോവാതിരിക്കാൻ കേട്ടോ. വീട്ടുകാവലിനൊരാൾ. വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. മിക്ക വീടുകളിലും എന്തുണ്ട്? വള്ളമുണ്ട്. അവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ പാടങ്ങളൊക്കെ തോട് പോലെയാണ്. പിന്നെ ഇവിടുന്ന് ഇക്കരെ നക്കരെ കിടക്കണേ വള്ളമാണ് ആകെപ്പാടെയുള്ള ആശ്രയം. പിന്നെ ഈ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ, എല്ലാവരും പോകുമ്പോൾ വീട്ടിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കാണുമല്ലോ. വെള്ളം കയറാതെയൊക്കെ ഉയർത്തിയൊക്കെ വെച്ചാലും വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അവസാന നിമിഷം വരെ ചിലപ്പോൾ ഒരാളെങ്ങാനും കാവൽ കാണും. എന്നിട്ട് വള്ളത്തിൽ കയറി രക്ഷപ്പെടാൻ. ബാക്കി സ്ത്രീജനങ്ങളെയും കുട്ടികളെയും ഒക്കെ നേരത്തെ തന്നെ മാറ്റും. അതുപോലെ പട്ടി, പൂച്ച, ആട്, കോഴി ഇങ്ങനെയുള്ള ജീവജാലങ്ങളെയെല്ലാം വീട്ടിൽ നിന്ന് നേരത്തെ മാറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന അവസ്ഥയിൽ വീട്ടുകാവലിന് ഒരാൾ. വീട്ടിൽ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് അപ്പോൾ ക്ഷേത്രത്തിലെ 3 മുറിയുള്ള ഒരു വലിയ കെട്ടിടം, ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കെട്ടിടമുണ്ട്. ക്ഷേത്രമല്ലേ ഉള്ളതിൽ പൊക്കത്തിൽ നിൽക്കുന്നത്. അവിടുത്തെ ആ 3 മുറിയുള്ള വലിയ മാളിക, വലിയ കെട്ടിടം, അതിൻ്റെ മുകളിൽ എല്ലാവരും ഏറ്റവും മുകളിൽ കയറിയിരിക്കും അല്ലേ. അവിടെ എത്ര പേരുണ്ടെന്ന് നോക്കിക്കേ. 67 കുട്ടികൾ. എല്ലാവരും രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഓടിപ്പോയി കയറിയതാണ്. 356 ആളുകൾ. ആകെ 3 മുറിയുള്ള ആ മാളികപ്പുറത്തുള്ള ആളുകളാണ്. കുട്ടികൾ 67, വലിയ ആളുകൾ 386. തീർന്നോ? തീർന്നില്ല. പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട് മുതലായ വളർത്തുമൃഗങ്ങളും. വളർത്തുമൃഗങ്ങളെ ഒന്നും വീട്ടിലിട്ടിട്ട് പോയില്ല. ഈ മനുഷ്യർ രക്ഷപ്പെടുമ്പോൾ ഇതുങ്ങളെയും കൂട്ടി പിടിക്കും. ഇതെല്ലാമായിട്ടാണ് ഇവിടെ ഈ മാളികപ്പുറത്ത് കയറിയിരിക്കുന്നത്. എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ശണ്ടയുമില്ല, ഒരു വഴക്കുമില്ല. എല്ലാവരും എങ്ങനെയാണ് കഴിയുന്നത്? ഐകമത്യമായി, ഒരുമയോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ കഴിയുക. പട്ടി സാധാരണഗതിയിൽ പട്ടിയുടെ മുന്നിൽ പൂച്ച വന്നു പെട്ടാൽ എന്ത് ചെയ്യും? പട്ടി നല്ല സുന്ദരമായിട്ട് കുരച്ച് ഓടിക്കും അല്ലേ. അതേപോലെ തന്നെയല്ലേ കോഴിയൊക്കെ ആണെങ്കിലും കണ്ടാൽ. അപ്പോൾ ഇവിടെ ഈ പ്രശ്നം വല്ലതും ഉണ്ടോയെന്ന് നോക്കി. കണ്ടോ, ആപത്ത് വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മനുഷ്യർ. വലിയവരും ചെറിയവരും കുട്ടികളും പിന്നെ ഈ വളർത്തുമൃഗങ്ങളെല്ലാവരും സ്നേഹത്തോടെ, ആർക്കും ഒരു വഴക്ക്, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ആപത്താണ്, എങ്ങനെയെങ്കിലും ഉള്ളിടത്ത് കഴിയണമെന്ന് അല്ലേ. അതുകൊണ്ടായിരിക്കും ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലുമൊക്കെ നമ്മൾ കണ്ടതും അങ്ങനെയൊക്കെ തന്നെയല്ലേ. എത്ര ആളുകൾ ഏതെല്ലാം അവസ്ഥകളിൽ ഒന്നുപോലെ ക്യാമ്പുകളിൽ കഴിഞ്ഞതും സ്നേഹത്തോടെ കഴിഞ്ഞു. വളരെ ദിവസങ്ങളോളം കഴിഞ്ഞു, മാസങ്ങളോളം കഴിഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും ഒരു പ്രശ്നം. എല്ലാ മനുഷ്യരെ അന്ന് തമാശയായിട്ടാണെങ്കിലും ആളുകൾ പറഞ്ഞു, പത്രങ്ങൾ എഴുതി. എല്ലാവരുടെയും ഒരുമയെക്കുറിച്ച്. ആപത്ത് വന്നപ്പോൾ ആർക്കും ജാതിയില്ല, പണമില്ല. ജാതിയിൽ അല്ലെങ്കിൽ വലിയവൻ ചെറിയവൻ എന്നുള്ള ഭാവം ഇതങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലായിരുന്നല്ലേ. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള ഭേദമുണ്ടോ? ഒന്നുമില്ലാതെ എല്ലാ തരത്തിലുള്ള ആളുകളും ഒന്നിച്ചു കഴിഞ്ഞ കാലഘട്ടം നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ അവസ്ഥ. അപ്പോൾ പട്ടിയും പൂച്ചയും ആളുകളും ഒക്കെ കൂടി ഈ മാളികപ്പുറത്ത് ഇങ്ങനെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനിയും അവിടെ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പോവുക. കഥാകൃത്ത് നമ്മളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുക. ആ അവസ്ഥ, ഒരു കാര്യം മനസ്സിലായല്ലോ, ആളുകളൊക്കെ രക്ഷപ്പെട്ട് കയറിയിരിക്കുക. ഇനി നമുക്കൊരു വീടിൻ്റെ ഭാഗത്തേക്ക് ചെല്ലാം. ചേന്നൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് കേട്ടോ. ചേന്നന് ഒരു രാത്രിയും ഒരു പകലുമായിട്ട് വെള്ളത്തിൽ തന്നെ നിൽക്കുക. അവന് വള്ളമില്ല. എന്ന് വെച്ചാൽ വീടിൻ്റെ അവിടെ എല്ലാം വെള്ളം കയറിക്കഴിഞ്ഞു. സ്വയം ഇഷ്ടമുള്ളപ്പോൾ രക്ഷപ്പെട്ട് പോകണമെങ്കിൽ വീട്ടിൽ എന്തുണ്ടാവണം? വള്ളം വേണം. വള്ളമില്ലെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ വരുമ്പോൾ അവരുടെ ഒപ്പം കയറി പോവുകയേ നിവൃത്തിയുള്ളൂ. അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നടക്കണമെന്നില്ലല്ലോ.
ഇവിടെ ചേന്നൻ അങ്ങനെ വെള്ളത്തിൽ തന്നെ നിൽക്കുക. രാത്രി മുഴുവൻ നിന്നു, പകൽ മൊത്തം നിന്നു. ഒരു വള്ളം അവനെ രക്ഷിക്കാൻ വന്നില്ല. അവൻ്റെ തമ്പുരാൻ 3 പ്രാണനും കൊണ്ട് കര പറ്റിയിട്ട്. അപ്പോഴവന് ഒരു തൊഴിലാളിയാണ്. അവൻ്റെ തമ്പുരാൻ, അവൻ്റെ ഉടമസ്ഥനൊക്കെ 3 ദിവസം മുമ്പേ രക്ഷപ്പെട്ടു, പ്രാണനും കൊണ്ട് കര പറ്റിയിട്ട്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവൻ. അപ്പോൾ നിവൃത്തിയുള്ളവർ അവർ പെട്ടെന്ന് പോയേ പറ്റി. അവരുടെ പണിക്കാർ ഇതുപോലെ പാവങ്ങൾ, വള്ളമില്ലാത്തവരൊക്കെ വെള്ളത്തിൽ അങ്ങനെ നിന്ന് സമയം പോവാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ തമ്പുരാനൊക്കെ പോയി എന്ന് പറയുമ്പോൾ അവിടെ നമുക്കുള്ള സൂചന, പോവാനുള്ള മാർഗമുള്ളവർ, വാഹനമുള്ളവർ, അവിടുത്തെ വാഹനം എന്ന് പറഞ്ഞാൽ മിക്കവാറും ബോട്ടും വള്ളവുമൊക്കെയാണ്. അവരൊക്കെ നേരത്തെ രക്ഷപ്പെട്ടു. അവർ പോയിട്ട് 3 ദിവസം കൂടി കഴിഞ്ഞ് ഇവരിപ്പോഴും ഈ വെള്ളത്തിലിങ്ങനെ നിൽക്കുക. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും ഭരണും കെട്ടിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കൂടി യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും വീടിൻ്റെ ഒരവസ്ഥ. മഴ വരുമ്പോഴത്തേക്കും പിന്നെ വീടിനകത്ത് വെള്ളമാണ്. പിന്നെ അവർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, അവർക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ, ഈ കിഴക്കൻ പ്രദേശത്തെ പോലെ തടി ഒന്നും വെട്ടിയെടുക്കാനൊന്നും അത്രയ്ക്കില്ല. അവിടെയുള്ളതെന്ന് പറഞ്ഞാൽ തെങ്ങാണ് പ്രധാന വൃക്ഷം, പിന്നെ നെല്ലൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മടലും കമ്പും ഒക്കെ വെട്ടി തട്ടും ഭരണും എന്ന് പറഞ്ഞാൽ ഈ ചേരെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വിറകൊക്കെ വയ്ക്കാൻ, അതുപോലുള്ള സംഗതി, അതാണ് ഈ പരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ തട്ട്, മച്ചിടുന്നത് പോലെ മുകളിൽ തട്ട് കെട്ടും. എന്തിനു വേണ്ടിയാ? സാധനങ്ങളൊക്കെ പിറക്കി വെക്കാനേ. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അതുപോലെ കയറിയിരിക്കുകയും വെള്ളത്തിലെല്ലാം ഒഴുകി പോകാതിരിക്കാൻ സാധനങ്ങൾ വയ്ക്കാനും ഒക്കെ ആയിട്ടാവാം ഇവരിങ്ങനെയൊക്കെ കെട്ടി പൊക്കത്തിൽ കെട്ടിയിടും. എന്നിട്ടോ കൂടാതെ 4-5 വാഴക്കുലയും തുറുവും കിടക്കുന്നു. അപ്പോൾ 2 ദിവസം അതിൽ കുത്തിയിരുന്ന് കഴിച്ചു കൂട്ടി. ഇങ്ങനെ പൊക്കം കെട്ടി തട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നു. നിലത്തപ്പടി വെള്ളമല്ലേ. എന്നിട്ട് പിന്നെ കുഴപ്പം എന്താ ഈ ഓടിപ്പോകാത്തത്? കൂടാതെ 4-5 വാഴക്കുലയും തുറുവും കിടക്കുന്നു. അവിടെ നിന്ന് പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ചേന്നൻ്റെ പറമ്പിൽ 4-5 വാഴക്കുലയുണ്ട്. എന്താണ്, പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ ഈ മോഷ്ടാക്കളുണ്ടല്ലോ, വെള്ളം കയറിയാലും തീ പിടിച്ചാലും ആർക്ക് ആപത്ത് വന്നാലും അവർക്ക് പ്രശ്നമല്ല. ആ സമയം നോക്കി മോഷ്ടിക്കാൻ വരുന്നത് ഒരു എന്താണ്, സ്ഥിരമായി നമ്മൾ കാണുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിലും ആക്സിഡൻ്റ് ഉണ്ടാകാറുണ്ട്. ഈ ആക്സിഡൻ്റ് ഉണ്ടാകുമ്പം ആ പ്രദേശത്ത് നിന്ന് സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെയും കേട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വെള്ളമൊക്കെ വരുമ്പോഴത്തേക്കിന്, വെള്ളം പൊങ്ങുമ്പോൾ ആളുകൾ ഇട്ടിട്ടങ്ങ് പോകും. ആ പോകുന്ന സമയം നോക്കി മിടുക്കന്മാരായ കള്ളന്മാർ വന്ന് അവിടെയുള്ള കൃഷിയിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ളതുണ്ടെങ്കിൽ അത്, അല്ലെ വീട്ടിനുള്ളിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ മോഷ്ടിക്കും. മനുഷ്യർക്ക് അങ്ങനെ ഒരു വിവേകമുള്ള ആളുകളാണ് മനുഷ്യർ. പക്ഷേ ഇങ്ങനെ വിവരമില്ലായ്മയും വിവേകമില്ലായ്മയും ഒക്കെ കാണിക്കുന്ന ആളുകളാണ് നമ്മളോടൊപ്പമുള്ള, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മളെപ്പോലെയുള്ള മനുഷ്യർ. അവർക്ക് ആർക്കാപത്ത് വന്നാലും വേണ്ടില്ല, അവർക്കുള്ളത് കിട്ടണം. അപ്പോൾ ഈ ചേന്നന് ഇട്ടിട്ട് പോവാനൊരു പേടിയുണ്ട്. കാരണം 3-4 വാഴക്കുല നിൽക്കുന്നു. തിരിച്ചു വരുമ്പോൾ അതൊന്നും കാണത്തില്ല, കള്ളന്മാർ കൊണ്ടുപോകും. പിന്നെ തുറുവെന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചിത്തുറുവില്ലേ, കച്ചി. നമ്മുടെ ഈ നാട്ടിലും ഉണ്ട് തുറുവ്. മരത്തിലെത്തെങ്കിലും ഒക്കെ ഇങ്ങനെ നല്ല വലിപ്പത്തിൽ ഇങ്ങനെ കച്ചി കൊണ്ട് എന്താ പറയുക, തുറുവുണ്ടാക്കി വയ്ക്കുക എന്ന് പറയും. കച്ചിത്തുറുവ്. കച്ചി ശേഖരിച്ച് മരത്തിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കിടക്കുന്നു. അവിടെ നിന്ന് പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. കച്ചിത്തുറുവുള്ള വീടുകളുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ. ആരുടെയെങ്കിലുമൊക്കെ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ട
മുട്ടറ്റം വെള്ളമുണ്ട്. അപ്പോൾ പൊക്കത്തിൽ കയറി നിൽക്കാനും സാധനങ്ങൾ വെക്കാനുമൊക്കെയാണ് തട്ടിട്ടത്. അതിൻ്റെ മുകളിലും മുട്ടറ്റം വെള്ളം. അപ്പം വെള്ളം അവിടെ നിന്ന് ഉയർന്നു. മേൽക്കൂരയുടെ 2 വരി ഓല വെള്ളത്തിനടിയിലാണ്. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ വലതുഭാഗത്ത് 19ാമത്തെ പേജിൽ ഒരു വീടിൻ്റെ പടമാണ് കാണുന്നത്. വീടിൻ്റെ ആ മേൽക്കൂരയിൽ മണ്ടയിൽ ഒരു നായ നിൽക്കുന്നു. അതിൻ്റെ താഴെ ഓല കണ്ടോ, ഓലയിട്ട വീട്, അതിൻ്റെ താഴ്ഭാഗം വരെ വെള്ളമാണ്. അപ്പോൾ ഉയരത്തിൽ കെട്ടിയിട്ട തട്ടിൻ്റെയും മുകളിലെത്തിയിരിക്കുക വെള്ളം. മുകളിലേക്ക് കയറാൻ ഇനി അധികമില്ല, ആ അവസ്ഥയെത്തി. അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു. ഇത്രയും വെള്ളം അങ്ങ് പൊങ്ങിയപ്പോഴേക്ക് ചേന്നന് പേടിയായി. ചേന്നൻ അകത്ത് കിടന്ന് വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്ത് ആരുണ്ട്? ചേന്നൻ്റെ വിളി ആരും കേൾക്കുന്നില്ല. വെള്ളം ശക്തമായിട്ട് ഒഴുകുന്ന ഒച്ച മാത്രമേ കേൾക്കാനുള്ളൂ. അതുപോലെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഒരാൾ കൂകി വിളിച്ചാൽ ആരെങ്കിലും കേൾക്കുമോ? ആരും കേൾക്കുന്നില്ല. അടുത്താരുണ്ട്? അടുത്താണേൽ ആരുമില്ല. ഒട്ടുമിക്ക ആളുകളും രക്ഷപ്പെട്ടെ. ഇവർക്ക് വള്ളവും ഇല്ല, മറ്റ് ചെറിയ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇവർക്ക് ഓടിപ്പോകാനും വയ്യ. എന്താന്ന് നോക്കാം. ഗർഭിണിയായ ഭാര്യ. ചേന്നൻ്റെ അവസ്ഥ ഓർത്തോണേ. 4 കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ചേന്നന് പോകണമെങ്കിൽ ഇതിനെല്ലാം കൊണ്ടുപോകണം. ഇവരെല്ലാം കൊണ്ടുപോകണം. ആരെയൊക്കെ കൊണ്ടുപോകണം? ഭാര്യ ഓടി യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ അവർ ഗർഭിണിയാണ്. കൂടെ 4 കുട്ടികളുണ്ട്. അതുകൊണ്ടും തീർന്നില്ല. അവൻ വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്, ഒരു പട്ടിയുണ്ട്. ഇത്രയും പേര് ഇവനെ ആശ്രയിച്ചു, ചേന്നനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. അപ്പോൾ ചേന്നൻ രക്ഷപ്പെടുമ്പോൾ അവരെയും കൊണ്ടുപോകണ്ടേ? പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളം ഒഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും, അതൊരു സമയമാണ് നാഴിക എന്ന് പറയുന്നത് കേട്ടോ, തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. അപ്പോഴേക്ക് ഇത്രയും വെള്ളം പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ പുരയുടെ മുകളിൽ വരെ ഉടനെ വെള്ളം എത്തും എന്ന് ചേന്നൻ അറിയാം. അതിന് വളരെ പഴയ ആളുകൾ കണക്ക് കൂട്ടി പറയുന്നത് പോലെ 30 നാഴിക സമയം കൂടി ആയിക്കഴിയുമ്പോഴേക്ക് മുകളിൽ വരെ വെള്ളമെത്തും. ഇനി തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനം അടുത്ത്. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് താനും ഈ വെള്ളത്തിൽ ഈ കുടുംബം ഒന്നടങ്കം വീണ് മരിച്ചു പോകുമെന്ന് ചേന്നൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി തുടർച്ചയായിട്ടുള്ള മഴയാണ്. എത്ര ദിവസമായി മഴ തുടങ്ങിയിട്ട്? 3 ദിവസമായി. കൂര എന്ന് പറഞ്ഞാൽ വീടാണേ. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിന് പുറത്തിറങ്ങി. ആ വീടിൻ്റെ, കൂരയെന്ന് പറഞ്ഞാൽ ചെറിയ വീടുകളെയാണ് കൂരയെന്ന് പറയുന്നത്. കൂരയുടെ ഓല പൊളിച്ച്, ഓല വീടാന്ന് പറഞ്ഞല്ലോ, ഓല പൊളിച്ച് ചേന്നൻ ഒരു നിങ്ങൾ ഓലയിട്ട് വീട് കണ്ടിട്ടുണ്ടോ? ഓലയിട്ട് മേഞ്ഞ വീടുകൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിനിങ്ങനെ വാരി അങ്ങനത്തെയുള്ള സാധനമൊക്കെ അടിച്ചിട്ടാണ് ഇത് ഓല മേയുന്നത്. അപ്പോൾ അതിനിടയിലൂടെ കയറാൻ, ഓല പൊളിച്ചാൽ പുറത്തേക്ക് കടക്കാനുള്ള ഇടയുണ്ട്. ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിന് പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വീടിൻ്റെ മുകളിലേക്കാണ് ചേന്നന് ഇറങ്ങി. എന്നിട്ട് 4 ചുറ്റും നോക്കി. വടക്കൊരു കെട്ടുവള്ളം പോകുന്നു. വടക്കൊരു വള്ളം പോകുന്നു. അത്യുച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉറക്കെ അത്യുച്ചത്തിൽ. ഉച്ചം എന്ന് പറഞ്ഞാൽ തന്നെ ഉറക്കെ. അത്യുച്ചം എന്ന് പറഞ്ഞാൽ വലിയ, ഒരുപാട് ഉറക്കെ ഉച്ചത്തിൽ ചേന്നൻ വള്ളക്കാരെ കൂകി വിളിച്ചു. ചേന്നൻ അതിലേ ഒരു കെട്ടുവള്ളം പോന്നു എന്ന് പറഞ്ഞില്ലേ, ആ വള്ളക്കാരെ കൂകി വിളിച്ചു. അല്ലാണ്ട് എങ്ങനെ കേൾക്കാനാ? അപ്പം കുറേ ദൂരെ പോണ ആ വള്ളക്കാരെ കൂകി വിളിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. നമ്മുടെ ഈ നാട്ടിലാണെങ്കിലും വെള്ളമൊക്കെ നമ്മളും കണ്ടതാണല്ലോ, പടിഞ്ഞാറൻ ദേശങ്ങളിലും ഒക്കെ വെള്ളം കയറിയപ്പോൾ വള്ളവും ബോട്ടും ഒക്കെ കൊണ്ട് രക്ഷിക്കുന്നത്. അതുപോലെ ഈ വള്ളക്കാരെ കൂകി വിളിച്ച് അവർ രക്ഷിക്കാനായിട്ട് അവർ കേട്ടു, ചേന്നൻ്റെ വിളി കേട്ടു. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കൊട്ടിലെന്ന് ഉദ്ദേശിക്കുന്നതും ഈ വീട് തന്നെയാണ്. കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കുട്ടികളെയും പെണ്ണാളിനെയും അയാളുടെ ഭാര്യയെയും
പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. എന്തൊക്കെയാ ചെയ്തെന്ന് നോക്കി. ആരെയൊക്കെയായി? പുരയുടെ ഓല അകത്തിയിട്ട് ആദ്യം ചേന്നനാണ് മുകളിൽ വന്നത്. അപ്പോൾ ഈ വള്ളക്കാരെ വിളിച്ചപ്പോൾ വള്ളക്കാരടുത്തേക്ക് വന്നപ്പോൾ ചേന്നൻ എന്നാ ചെയ്തേ? കിടാങ്ങളെയും കുഞ്ഞുങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും, ഇവരെ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്നതല്ലേ ആ പട്ടിയും പൂച്ചയും, ഇതിനെയെല്ലാം ഓലപ്പഴുതിൽ കൂടി, ഓലയുടെ ഇടയ്ക്ക് കൂടി വലിച്ച് മുകളിലേക്ക് എടുത്തു. എന്നിട്ടോ വാരിക്കിടയിൽ കൂടി, ഞാൻ പറഞ്ഞല്ലോ വാരി ഇങ്ങനെ വരിഞ്ഞിട്ട് അതിലാണ് ഓല ഇങ്ങനെ മേഞ്ഞ് മേഞ്ഞ് പോകുന്നത്. അപ്പോൾ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. അപ്പോഴേക്കും വള്ളവും വന്നെടുത്തു. അപ്പോൾ അകത്തുള്ളവരെല്ലാം പുറത്തായി. ഇനി ഈ വള്ളം വന്ന് നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഏതാണ്ട് മുകൾ ഭാഗം, ആ നിരപ്പിൽ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഈ വീടിനകത്ത് നിന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മുകളിലെത്തിച്ചിട്ടുണ്ട്. ഇനി വള്ളത്തിൽ കയറിയാൽ മതി. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചോ പൂഹോയ്, പടിഞ്ഞാറ് നിന്നാരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങ വായോ. അത് മടിയത്തറ കുഞ്ഞപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ചു വള്ളത്തിൽ കയറ്റി. പെട്ടെന്ന് അപ്പോഴാരാ അവിടെ നിന്ന് ദൂരെ നിന്ന് ആരോ ഒരാൾ വിളിച്ചു. എല്ലാവരും ഈ പൂഹോയ് ഒക്കെ വെച്ചാണ് വിളിക്കുന്നത്, കൂകിയാണ് വിളിക്കുന്നത്. പടിഞ്ഞാറ് നിന്ന് ആരോ വിളിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോഴേ അവിടെ ആരാ വിളിക്കുന്നത്? മടിയത്തറ കുഞ്ഞപ്പൻ. അവനും പുരപ്പുറത്ത് നിന്ന് വിളിക്കുക ഇതേപോലെ തന്നെ. അപ്പോൾ പെട്ടെന്ന് ധൃതിയിൽ പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. ചിലപ്പോൾ നിൽക്കുന്ന നേരം കൊണ്ട് വെള്ളം അങ്ങ് പൊങ്ങുകയും ചെയ്യും. വള്ളത്തിൽ കയറ്റി. ആ തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറേ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. അപ്പോൾ പട്ടി വീടിൻ്റെ മുകളിലെത്തിച്ചായിരുന്നു അല്ലേ? പക്ഷേ അതിൻ്റെ കാര്യം ആരും ഓർത്തില്ല. വള്ളം നീങ്ങി, അത് അകലെയായി. ആ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കിയോ. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വള്ളം വന്ന് അടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് അതിനകത്ത് ചാടി കയറാൻ മിടുക്ക് കാണിക്കുന്ന ആര് തന്നെയാണ്? പിള്ളേരാ അല്ലേ? ഇദ്ദേഹത്തിൻ്റെ മക്കളും എന്നാ ചെയ്തു? വള്ളം കണ്ടപ്പോഴേ ചാടി അകത്ത് കയറി. അപ്പോഴത്തേക്കിനും ചേന്നച്ചോ ബൂഹോ എന്നൊക്കെ നമ്മുടെ മടിയത്തറ കുഞ്ഞപ്പൻ നിന്ന് വിളിക്കുന്നത് കേട്ടു. അദ്ദേഹം അത് നോക്കി. ഒപ്പം തന്നെ ആരെ കൂടി പെട്ടെന്ന് വള്ളത്തിനകത്താക്കി? ഭാര്യയെ കൂടി, പെണ്ണാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടി പെട്ടെന്ന് വള്ളത്തിൽ കയറ്റി. ആ സമയത്ത് ഭാര്യയെ കൂടി പിടിച്ച് കയറ്റിയ സമയത്ത് മിടുക്കി പൂച്ചയും എന്നടുത്തു ചാടി വള്ളത്തിൽ കയറി. പക്ഷേ ഒരാളെ കയറ്റാൻ പറ്റിയില്ല. ആരെയാ? നമ്മുടെ പട്ടിയുടെ കാര്യം അവർ ഓർത്തുമില്ല. അത് പുരയുടെ പടിഞ്ഞാറേ ചരിവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. പട്ടി അങ്ങോട്ട് പോന്നു, ഇങ്ങോട്ട് പോന്നു, ഇങ്ങനെ മണം പിടിച്ച് നടക്കുകയാണ്. അതിനെ പിടിച്ച് കയറ്റാൻ പറ്റിയില്ല. വള്ളം നീങ്ങി, അതകലെയായി. വള്ളം പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. ഇവിടെ മനഃപൂർവ്വം ചേന്നൻ പട്ടിയെ ഉപേക്ഷിച്ചതാണോ? അല്ല. വളർത്തുമൃഗമായ പട്ടിയോട് ചേന്നന് കിറുണ്ടോ? ഒന്നുമില്ല. സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ വെപ്രാളം. ആ വെപ്രാളത്തിൽ അദ്ദേഹം ഭാര്യയും മക്കളെയും ഒക്കെ വള്ളത്തിൽ കയറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ നായയുടെ ജോലി തന്നെ എന്താണ്? വീട്ടുകാവൽ അല്ലേ? ആ കാവൽക്കാരനായി ആ വീട്ടിലിപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ നായ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വഞ്ചി എന്നുള്ള വാക്കിന് പര്യായം പറയാമോ? അല്ല, വള്ളം ആണ് തന്നിരിക്കുന്നത്. വള്ളം എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാ? വഞ്ചിയുണ്ട്, തോണിയുണ്ട് കേട്ടോ. വഞ്ചി എന്നുണ്ട്, തോണി എന്നും ഉണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇന്ന് ഈ പാഠഭാഗം പഠിപ്പിച്ച അത്രയും എങ്കിലും നല്ല രീതിയിൽ വായിക്കുക. വിഷമമുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ എഴുതി പഠിക്കുക. നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഇനി എന്തെങ്കിലും പുതിയ വാക്കുകൾ ഉണ്ട് എങ്കിൽ അടുത്ത ദിവസം ഒന്നുകൂടി പറഞ്ഞു തരാം. പട്ടി, പൂച്ച, ഇതൊക്കെ ഉണ്ട് പര്യായങ്ങൾ പഠിക്കാൻ. പട്ടിയുടെ പര്യായം എന്താണ്? ശ്വാനനുണ്ട്, ശുനകനുണ്ട്. പൂച്ചയാണേലോ മാർജാരനുണ്ട്, ആഘുഭുക്ക്
വാക്ക് ഉണ്ട്. പിന്നെ വീടെന്നുള്ളതിന് ഗൃഹം എന്നുണ്ട്, ആലയം എന്നുണ്ട്. അപ്പോൾ ഇതിലധികമുള്ള പദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഈ പാഠഭാഗം ഇത്രയും നന്നായി വായിക്കുക കേട്ടോ.